അപ്പേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്ന് എന്താ പരിപാടി എന്നറിയോ? നമ്മൾ കോഴിവളം ഇല്ലേ, കോഴിവളം നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലായിരുന്നു, പച്ചക്കറി കൃഷിയൊക്കെ തീർന്നു. അപ്പോൾ കോഴിവളം ഉണ്ടാക്കി കിടപ്പുണ്ട് കുറേ. ആ സ്ഥലം നമ്മൾ അടുത്ത കൊല്ലം കൃഷി ചെയ്യാൻ വേണ്ടി നമ്മുടെ പറമ്പിലേക്ക് വാരി ഇടാനാണ് കുറേ ഞാൻ ആദ്യമായിട്ട് വീഡിയോയ്ക്ക് ആൾക്കാർ കുറേ നല്ലതായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. കോഴിവളം എന്തെങ്ങനെയാണ് ഇടണേ, പച്ചക്കറിക്ക് നമ്മുടെ പൂച്ചെടിക്കൊക്കെ എങ്ങനെ ഇടണേ എന്നുള്ളതിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കോഴിവളം നമുക്ക് നേരിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ്ങാണ്. അതിൻ്റെ അകത്ത് കെമിക്കൽ ഇതൊക്കെ വന്നിട്ട് ഭയങ്കര പച്ചക്കറികളൊക്കെ വാടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വെള്ളത്തിലൊക്കെ കലക്കി വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് 2-3 ദിവസം നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പം ഞാൻ കൃഷിയൊന്നും ചെയ്യണില്ലല്ലോ. കാരണം ഇപ്പം നമ്മൾ ആ വെറുതെ കിടക്കുന്ന മണ്ണിലേക്ക് ഇട്ട് കൊടുക്കും. അത് പയ്യെ അതിൻ്റെ അകത്ത് കിടന്ന് വളമായിട്ട് മണ്ണ് അടുത്ത കൊല്ലം കൃഷി ചെയ്യാൻ വേണ്ടി നല്ല സൂപ്പറായിട്ട് വരും. അപ്പം അതിന് വേണ്ടി ഇപ്പോൾ ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന എല്ലാം കൂടെ വാരി അങ്ങോട്ട് ഇടാമെന്നുള്ള പരിപാടിയാണ്. അതാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചാണകം കിട്ടുവാണെങ്കിൽ ചാണാനും എല്ലാം അടിച്ച് ഇപ്പം ഇട്ട് മണ്ണ് ഇളക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നേരത്തെ അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തേക്കും അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. കേട്ടോ കോഴിവളം നോക്കിയാൽ നമ്മുടെ കോഴിക്കൂടി ഞാൻ കാണിച്ചു തരാം. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. നമ്മുടെ കോഴിക്കൂട് കണ്ടോ, കോഴി തണുപ്പായതുകൊണ്ട് ഞാൻ ഫുള്ള് കവേർഡായിട്ടാണ് കോഴിക്കൂട് വെച്ചേക്കണേ. കാരണം ഇവിടെ തണുപ്പായി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ. ഇതുണ്ടോ കോഴിക്കൂട് നിറച്ചത് എല്ലാം ഉണങ്ങി നല്ല കട്ടയായിട്ട് കിടക്കുന്നുണ്ട്. അതല്ല കറുത്ത ഗോൾഡ് എന്നാണ് ഇതിന് പറയണത്. ഈ കൂടും അപ്പുറത്തെ കൂടും അങ്ങേറ്റത്ത് കിടക്കണുണ്ട് കാടകളാണ്. ഈ രണ്ടിൻ്റെ അകത്തും കൂടെ കൂടി നമുക്കൊരു 10-100 കോഴി കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, രണ്ടിൻ്റെ അകത്തും കൂടെ കൂടിയിട്ട്. ബാക്കി കാടക്കുഞ്ഞുങ്ങൾ പുതിയത് വിരിഞ്ഞ് കിടക്കുന്നുണ്ട്, അപ്പുറം കിടപ്പുണ്ട്. നമ്മൾ അതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. അതല്ല ഇതെല്ലാം കൂടെ ഞാൻ പയ്യെ ഒരു ബേസനിലേക്ക് വാരിയിട്ട് നമുക്ക് പറമ്പിൽ കൊണ്ടിടാം കേട്ടോ. നല്ല ഉണങ്ങി അടിപൊളിയായിട്ട് കിടക്കണ സാധനമാണ് കറുത്ത ഗോൾഡ് എന്ന് പറയില്ലേ. നമ്മുടെ നാട്ടിലെ കുരുമുളക് പറഞ്ഞ കണക്ക് കറുത്ത ഗോൾഡ് തന്നെ നല്ല അടിപൊളി വളമായത്. നമ്മുടെ തൂമ്പ, നമ്മുടെ നാട്ടിലെ തൂമ്പ പോലത്തെ തൂമ്പല്ല, അതുണ്ടോ ഉടായ്പ് തൂമ്പ ഇവിടുത്തെ. ഉണങ്ങി നല്ല ഇതിപ്പം 2 മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് മണ്ണിലേക്ക് അങ്ങോട്ട് കുതിർന്ന് അങ്ങോട്ട് വീണ് നല്ല അടിപൊളി വളമായിട്ട് അവിടെ കിടക്കുന്നു. ഡാനി ഇത് കൊണ്ട് അതിൻ്റെ അത് ഡാനിക്കുണ്ണ അത് നമ്മൾ ഇന്ന് സഹായിക്കണേ. ആ തക്കാളിയുടെ ഒക്കെ അങ്ങോട്ട്, തക്കാളിയുടെ ഒക്കെ അവിടെ അങ്ങോട്ട് ഇട്ടു. പപ്പ പിന്നെ നിരത്തിക്കോളാം, അവിടെ ഇട്ടോ. കണ്ടോ നമ്മൾ അവിടെ എല്ലാം ക്ലിയർ ആക്കി ഇട്ടേക്കുക. അവിടെ ആകുമ്പോഴത്തേക്കും ഇനി ഇത് ഇവിടെ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം നിറഞ്ഞിരിക്കുക. നമുക്ക് അപ്പടി അത് വാരി കൊണ്ട് കളയുകയാണെങ്കിൽ. എങ്ങനെയാ പണിയെടുത്തിട്ട് എങ്ങനെയുണ്ട്? പണിയെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്തോണ്ടിരാ. നീ ആ തൂമ്പ കൊണ്ട് പയ്യെ കോരിക്കോ ചേർത്ത് പപ്പ എടുക്കാം, വീഡിയോ എടുക്കാം. ഇങ്ങോട്ട് തന്നെ കോരിക്കോ, അങ്ങോട്ട് ചേർത്ത് വെക്കാം. അവിടെ നെറ്റുണ്ട്, അത് കളയല്ല കേട്ടോ. ആരുടെ വാലടച്ച നമ്പർ വന്ന അതെ ഇവിടെ കോഴിക്കൂട് ക്ലീൻ ചെയ്ത് നമുക്ക് ഇത്രേ കിട്ടിയേട്ടോ.
കറുത്ത ഗോൾഡ് അടിപൊളി സാധനമാണ്. ഇനി ഇവനെ നമുക്ക് ഇവിടുന്ന് എല്ലായിടത്തേക്കടെ ഒന്ന് ആ ഒരു സാധനമുണ്ട് നമ്മുടെ മുള്ളു പോലത്തെ ഇങ്ങനെ ഇട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് വലിച്ചിട്ടിട്ട് തീർത്താൽ മതി. അതെ, എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കും ഈ കോഴിവളം എങ്ങനെ ഇടണമെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം കോഴിവളം നേരിട്ടിട്ടാനുള്ള പ്രശ്നം എന്താണെന്നറിയോ, അതിൻ്റെ അകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ നൈട്രജൻ കൂടുതലാണ്, ഇതെല്ലാം കൂടുതലതിന് പൊട്ടാസ്യം ഒക്കെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് 1-2 വച്ചുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ന്യൂട്രിയൻ ഇതൊക്കെ കുറയും, നൈട്രജൻ്റെ കണ്ടൻറ്റൊക്കെ കുറയും. അല്ലെങ്കിൽ നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയണത് ഇങ്ങനെ കോഴിവളം. പലരും പറഞ്ഞിട്ടുണ്ട് കോഴിവളം ഇടാൻ വേണ്ടി കോഴിവളം ഇട്ട് വന്നിട്ട് ചെടി കരിഞ്ഞു പോയി എന്ന്. അത് അങ്ങനെ നേരിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഒന്നാമത് ഇത് ഭയങ്കര ചൂടുള്ളതാണ് കോഴിവളം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് 1-2 വെച്ചിട്ട് കലക്കി അത് ഇത്തിരി ലൂസാക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതായത് നല്ലതായിട്ട് ഞാൻ ഇതിന് മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ അതിൻ്റെ ഇട്ടേക്കണം എൻ്റെ കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഇതിപ്പോൾ ഡ്രൈ ആയി, നമ്മുടെ പച്ചക്കറി കൊലത്തെ ഏകദേശം തീർന്നു. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത കൊല്ലം കൃഷിക്ക് വേണ്ടി മണ്ണിപ്പോൾ നമുക്ക് അവിടെ കിടന്ന വെറുതെ വേസ്റ്റായി പോകുള്ളൂ. ഇപ്പോൾ ഇടുവാണെങ്കിൽ അടുത്ത കൊല്ലം കൃഷിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത് മണ്ണിലേക്ക് ആദ്യം ഒരു വളമൊക്കെ ആയിട്ട് വന്നോളൂല്ലേ. അപ്പോൾ അതുകൊണ്ട് പറക്കിയിട്ടതാണ്. അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ കണക്ക് കോഴിവളത്തിൻ്റെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇടണമെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെള്ളത്തിൽ കലക്കി വെച്ച് ഒരാഴ്ചയോളം കലക്കി വെച്ച് അത് എടുത്ത് മിക്സ് ചെയ്ത് ഒഴിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്ക് കേട്ടോ. കോഴിവളം ഇപ്പോൾ എങ്ങനെ ഇടുന്നത്, കോഴിവളം ഇടുന്നതിൻ്റെ പ്രശ്നം നൈട്രജൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്ത, അത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് 100% ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടില്ല. ഇപ്പം എല്ലാം പറഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.